കേരള ചരിത്രം ഭാഗം 3 പഴശ്ശി വിപ്ലവങ്ങൾ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായത്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണങ്ങൾ. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത്. വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്നു പുരളിമല. പുരളിശെമ്മൻ എന്ന പേരിൽ പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഹരിചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-1797. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകി. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങൾ നായർ സമുദായാംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത. ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ് 1797. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി കേണൽ വെല്ലസ്ലി ആസൂത്രണം ചെയ്തു. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാട്. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കൈതേരി അമ്പു നായരായിരുന്നു പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ഗറില്ല, അതായത് ഒളിപ്പോർ യുദ്ധതന്ത്രം ആവിഷ്കരിച്ചു. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് 1802 പനമരം കോട്ട പിടിച്ചെടുത്തു. തോമസ് ഹാർവി വേബർ ആയിരുന്നു പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ, അതായത് തലശ്ശേരി സബ് കളക്ടർ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവി വേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയായിരുന്നു കോൽക്കാർ. 1805 നവംബർ 30 പഴശ്ശിരാജ മരണമടഞ്ഞു. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാംതോട്, വയനാട്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതദേവൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. സർദാർ KM പണിക്കർ പഴശ്ശിരാജയുടെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചു. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം. പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, വയനാട്, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ, കണ്ണൂർ.